ഹലോ, ഇന്ന് സെപ്റ്റംബർ 26 ഇന്നാണ് എൻ്റെ ബർത്ത്ഡേ. സോ ഞാൻ ഈ ബർത്ത്ഡേക്ക് വേണ്ടി എനിക്ക് കൊടുത്തൊരു ഗിഫ്റ്റാണ് ഈ ബാങ്കോക്ക് ഫുൾ ട്രിപ്പ് തന്നെ. പക്ഷേ എന്നാലും ആ ഒരു ദിവസം സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാങ്കോക്കിലെ കിങ് പവർ മഹാനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് പോയേക്കുന്നത്. അവിടെ എന്താ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ അവിടെ ഒരു ആക്ടിവിറ്റി, ഒരു അഡ്വെഞ്ചറസ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റി എന്ന് പറയാം. നമുക്ക് അവിടുത്തെ 78th ഫ്ലോറിൽ ഗ്ലാസ് ഫ്ലോർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി നമുക്ക് നടക്കാം. സ്കൈ വാക്ക് എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ആകാശത്തിൽ കൂടി നടക്കുന്നൊരു ഫീലായിരിക്കുമല്ലോ ഗ്ലാസ്സിൽ കൂടി 78ാമത്തെ നിലയിൽ കൂടി നടക്കുമ്പോൾ. സോ അവിടേക്ക് ഞാൻ ടിക്കറ്റ് എടുത്ത് ലിഫ്റ്റിൽ കയറിയ സീനാണ് ഈ കാണുന്നത്. എൻ്റെ ദൈവമേ, ഇത്രയും ഒരു ക്രേസി ലിഫ്റ്റ് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. എനിക്കൊന്ന് ബുർജ് ഖലീഫിൽ പോലും ഇത്രയും അടിപൊളി ലിഫ്റ്റ് ഇല്ലാന്ന് തോന്നുന്നു. സോ 74th ഫ്ലോറിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നിന്ന് പിന്നെ നമുക്ക് ലിഫ്റ്റിലോ എസ്കലേറ്ററിലോ വേണം റൂഫ് ടോപ്പിൽ പോകാനായിട്ട്. എൻ്റെ ദൈവമേ, ഈ ഒരു സ്ഥലം നിങ്ങൾ ബാങ്കോക്കിൽ പോയാൽ മസ്റ്റായിട്ട് നിങ്ങൾ പോകണം. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു, വർത്ത് ദ മണി. അവിടെ പോയി ഇരുന്നിട്ട് എനിക്ക് വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അത്രയും നല്ല വ്യൂവും കണ്ട് കാം ക്വയറ്റായിട്ടുള്ള ഒരു സ്ഥലത്തെ എത്ര മണിക്കൂർ ഇരുന്നാലും മതിയാവത്തില്ല. സോ ടുഡേസ് വ്ലോഗ് ഈസ് ഓൾ അബൌട്ട് മൈ ബർത്ത്ഡേ. ഹലോ, സോ ഇന്ന് സെപ്റ്റംബർ 26. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എൻ്റെ ഈ 26th ബർത്ത്ഡേ എനിക്ക് മെമ്മറബിൾ ആക്കാൻ വേണ്ടി ഞാൻ ഓർത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ബാങ്കോക്കിലാണ് ഉള്ളത്. ബാങ്കോക്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടിലാണുള്ളത്. ഇതിൻ്റെ പേരാണ്, അതായത് ഇവിടുത്തെ 78th ഫ്ലോറിൽ വന്നിട്ട് നമുക്കൊരു ഗ്ലാസ് ഫ്ലോർ ഉണ്ട്. അതിൽ കൂടി നമുക്ക് നടക്കാൻ പറ്റും. സ്കൈ വാക്ക് എന്നാണ് ഇതിൻ്റെ പേര് മെയിനായിട്ട്. അപ്പോൾ ഇത്രയും പൊക്കത്തിൽ കൂടി നമുക്ക് ആ ഗ്ലാസ്സിൽ കൂടി നമുക്ക് നടക്കാൻ പറ്റും. ചൈനയിലൊക്കെ ഉള്ളത് സെയിം സംഭവം. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് ഹൈറ്റ്. എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയായതുകൊണ്ട് എനിക്ക് പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ഓർത്തു എൻ്റെ ബർത്ത്ഡേ മെമ്മറബിൾ ആക്കാൻ എന്തെങ്കിലും ഞാൻ ചെയ്യണമെന്ന്. സോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഈ ഒരു ഗ്ലാസ് ഫ്ലോറിലാണ് നടക്കുന്നത്. എല്ലാവരും ഇവിടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. കാണിച്ചു. Oh my God, look at the view. നമ്മൾ പറയത്തില്ലേ ബ്രെത്ത് ടേക്കിംഗ് വ്യൂ എന്ന്, അതുപോലത്തെ വ്യൂ. എൻ്റെ ദൈവമേ, ഫുൾ എൻ്റെ ബാങ്കോക്ക് ഫുൾ സിറ്റി നമുക്ക് കാണാം. നോക്ക്, വാവ്, അടിപൊളി. അശ്വതി, യു ക്യാൻ ഡു ഇറ്റ്. ഞാൻ ഇറങ്ങാൻ പോവാണ്. വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫോട്ടോ എടുക്കാനും പറ്റില്ല, മൊബൈൽ കൊണ്ട് ഇറങ്ങാൻ പറ്റില്ല. ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, നോക്കി നമ്മൾ നിന്ന് അവിടെ നിന്ന് വരാൻ തോന്നില്ല. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഈ ഒരു ബർത്ത്ഡേ ഞാൻ മരിക്കുന്നവരയ്ക്കും മറക്കത്തില്ല. എനിക്കാണെങ്കിൽ ഒന്നാമത് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ആ ഗ്ലാസ് ഫ്ലോറിൽ കൂടി നടക്കുമെന്ന്. എനിക്കെന്തോ ഭയങ്കര സന്തോഷം, ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലായിരുന്നു. ആ ഫ്ലോറിൽ, ആ ബിൽഡിങ്ങിൽ കുറേ ഫ്ലോർസ് ഉണ്ട്. അവിടെ ഷോപ്പിങ്ങിനായിട്ട് ഇനി ഇല്ലാത്തൊരു സാധനങ്ങളില്ല. കുറേ സംഭവങ്ങൾ, ക്യൂട്ട് സംഭവം തൊട്ട് ബ്രാൻഡഡ് ഐറ്റംസ് തൊട്ട് എല്ലാം അവിടെ ഉണ്ട്. നമ്മൾ കാശ് കൊണ്ട് ചെന്നാൽ മാത്രം മതി. എനിക്ക് തോന്നുന്നു തായ്ലൻഡിൽ തന്നെ ടോളസ്റ്റ് ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു ഇത്. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ബാങ്കോക്കിൽ പോകുന്ന ആരും ഇത് മിസ് ചെയ്യരുത്. ഒരു വല്ലാത്തൊരു പോസിറ്റീവ് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഡെഫിനറ്റ്ലി. നല്ല വ്യൂവും കണ്ട് അങ്ങനെ ഇരിക്കുക നമുക്ക്. സോ അത് കഴിഞ്ഞ് ഞാൻ ടാക്സി എടുത്ത് ഹോട്ടൽ റൂമിലേക്ക് പോവുകയാണ്. കാരണം എനിക്ക് വൈകുന്നേരം ഒരു ഡിന്നറുണ്ട് ക്രൂസിൽ. സോ ഇതും ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഡിന്നറിൽ, ഒരു ക്രൂസിൽ പോയി ഡിന്നർ കഴിക്കുന്നത്. സോ ദിസ് ബർത്ത്ഡേ ഈസ് ഗോയിങ് ടു ബി സോ സ്പെഷ്യൽ. പോകുന്ന വഴി ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞാണ് ഞാൻ ഹോട്ടലിലെത്തിയത്. സോ അങ്ങനെ നമ്മൾ ആ സംഭവം നടത്തിക്കഴിഞ്ഞു. ഇവിടെയാണ് ക്യാമറ, ഇവിടെ നോക്കണം. ഇവിടെയാണ് ക്യാമറ, ഇവിടെ നോക്കേണ്ടത്. സോ എല്ലാം കഴിഞ്ഞ് റൂമെത്തി. എല്ലാം അടിപൊളിയായിരുന്നു. നല്ല എനിക്ക് കുറേ നേരം, ശരിക്കും പറഞ്ഞാൽ നേരത്തെ പോകേണ്ടായിരുന്നു. രാവിലെയൊക്കെ പോയാൽ കുറേ മണിക്കൂറൂടെ വെറുതെ ഇരിക്കാം. നല്ല രസമായിരുന്നു അവിടെ ഇങ്ങനെ ഇരിക്കാൻ. ഇറങ്ങാൻ നേരത്താകുമ്പം മഴയും കൂടി പെയ്യാനുള്ള അന്തരീക്ഷം, ക്ലൈമറ്റ് പെട്ടെന്ന് മാറി. അപ്പം ഭയങ്കര തണുപ്പും ഭയങ്കര രസമായിരുന്നു. പക്ഷെ മുകളിലോട്ട് പിന്നെ ഒരു 78th ഫ്ലോറിലേക്ക് പിന്നെ അവർ കയറ്റി വിടത്തില്ല മഴ വന്നാൽ.
റൂഫ് ടോപ്പിൽ. അല്ലെങ്കിൽ അത് ഓപ്പൺ അല്ലേ, അവിടെ ആ ഗ്ലാസ്സിലൊന്നും ഇറക്കാൻ സമ്മതിക്കില്ല, കാരണം വീഴുമല്ലോ, പിന്നെ ഇടിയും മിന്നലും ഒക്കെ വന്നാലോ. പക്ഷേ അവിടെ ഇങ്ങനെ ഇരിക്കാം നമുക്ക്. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് പോയത്. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ലൈക്ക് എത്ര നേരം വേണമല്ലോ ആ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് അവിടെ ഇരിക്കാം, എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. അവിടെ എല്ലാം ഉണ്ട്, ഫുഡും പിന്നെ ഒരു മോള് പോലെ, ഒരു കോംപ്ലക്സ് പോലെ എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളും ഒത്തിരി സംഭവങ്ങളുണ്ട്. കാശും കൊണ്ട് വെറുതെ അങ്ങ് ചെന്നാൽ മതി. സോ എൻ്റെ ബർത്ത്ഡേ ഓൾറെഡി ഒരു മെമ്മറബിൾ ബർത്ത്ഡേ ആയി കഴിഞ്ഞ് ഇപ്പോൾ വീടെത്തി. ഇപ്പോൾ സമയം 2 മണിയോ 3 മണിയോ പെട്ടെന്ന് ഞാൻ കുളിച്ച് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ നല്ല തണുപ്പ്. ഞാൻ ഓർത്തിന് കുളിക്കണ്ട, ഡ്രസ്സ് മാറിയിട്ട് ഞാൻ നേരെ പോകുന്നത് സിയാമിലേക്കാണ്. കാരണം എൻ്റെ ബർത്ത്ഡേ ആണല്ലോ ഇന്ന്. ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഡിന്നറിന് പോകാനാണ് ഇരുന്നത് രാത്രി. ഞാൻ ഒരു നല്ലൊരു സ്ഥലത്ത് പോയി ഡിന്നർ കഴിക്കാം. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ബ്രദറും സിസ്റ്റർ ഇൻ ലോയും ഓൾറെഡി ബാങ്കോക്കിൽ ഒരു ഹണിമൂണിന് ഇടയ്ക്ക് വന്നു. അപ്പോൾ അവർ ഈ ഡിന്നർ ക്രൂസിന് പോയിട്ടുണ്ടായിരുന്നു. ക്രൂസിൽ ഞാൻ ഇതുവരെയ്ക്കും പോയിട്ടില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പം രശ്മിയാണ് റെക്കമെൻഡ് ചെയ്തത് കിട്ടുന്നത്. അവളും പറഞ്ഞു നല്ലതാണ്. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നപ്പോൾ ഉണ്ണി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ നിൻ്റെ പരിപാടി 26-ാം തീയതി രാത്രി എന്നൊക്കെ. അപ്പോൾ നീ എപ്പോഴാണ് ക്രൂസിൽ പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത്, ലൈക്ക് അവർ പോയ സെയിം ക്രൂസിൽ തന്നെ എനിക്ക് ഡിന്നർ, അവൻ്റെ ബർത്ത്ഡേ, രശ്മിയുടെ ഉണ്ണിയുടെ മകൻ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് അവർ ആ ഒരു ഡിന്നർ ടിക്കറ്റ് എനിക്ക് ബുക്ക് ചെയ്ത് തന്നു. അപ്പോൾ വൈകുന്നേരം 6:30 അവിടെ റിപ്പോർട്ട് ചെയ്യണം, അവിടെ ചെല്ലണം. അപ്പോൾ അത് സിയാമിലാണ്. അപ്പം ഐക്കോൺ സിയാം എന്ന് പറയുന്നൊരു വലിയ ഷോപ്പിംഗ് മോളുണ്ട് അവിടെ, അതിന് തൊട്ട് ബാക്കിലാണെന്നാണ് പറഞ്ഞത്, അതിനകത്ത് തന്നെ. ഞാൻ ഓർത്ത് ഐക്കോൺ സിയാമിൽ ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇനി കുളിച്ചൊക്കെ വന്ന ഒരുപാട് സമയം എടുക്കും. ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് ഡ്രസ്സ് മാറിയിട്ട് അങ്ങോട്ട് പോകും. കാരണം ഈ ഡ്രസ്സ് ഭയങ്കര ടൈറ്റല്ലേ, ബോഡി ഹഗ്ഗിങ് ഡ്രസ്സാണ്. ഇതിട്ടിട്ട് എനിക്ക് ഡിന്നർ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. നല്ല ലൂസായിട്ട് സ്വസ്ഥമായിട്ട് ഡ്രസ്സ് ഇട്ട് പോയാൽ പെട്ടെന്ന് പോയി റെഡി ആയിട്ട് പെട്ടെന്ന് വരട്ടെ, ബൈ. പെട്ടെന്ന് റെഡിയായിട്ട് ഞാൻ ബോൾട്ടിലൊരു ബൈക്ക് എടുത്ത് ഞാൻ നമ്മുടെ ഐക്കോൺ സിയാമിലെത്തി. എൻ്റെ ദൈവമേ, ഇതൊരു വല്ലാത്ത ജാതി എക്സ്പീരിയൻസ് ആയിപ്പോയി. എന്തൊരു വലിയ മോളാണ് ഇത്, എവിടെ തുടങ്ങുന്നത് എവിടെ അവസാനിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തൊരു ബിഗ്ഗസ്റ്റ് മോളാണ്. എനിക്ക് അറിയില്ലായിരുന്നു ഈ ഐക്കോൺ സിയാം ഇത്രയും ഹ്യൂജ് ആണെന്ന്. സത്യം പറഞ്ഞാൽ ഒരു ഹോൾ ഡേ സ്പെൻഡ് ചെയ്യാനുണ്ട്. അത്രയും ഫുഡ് എന്ന് പറഞ്ഞാണ്ടല്ലോ കണ്ണ് തള്ളിപ്പോകുന്ന അത്രയും. നമ്മൾ ദുബായിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതൊരു വല്ലാത്തൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കേട്ടോ. ഈ ഒരു മോളിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു 1 ഡേ ഫുൾ അവിടെ നമുക്ക് നിൽക്കാം. അത്രയും കഴിക്കാനും കാണാനും ഉണ്ട്. എന്തൊരു ഈസ്തറ്റിക്കലി എന്ത് രസമാണ് ആ മോളിൻ്റെ ഉള്ളിലൊക്കെ. നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളുണ്ട്, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയതാണ്. ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ല നല്ല പിക്ചേഴ്സ് എടുക്കാമായിരുന്നു. ഈ ഫുഡൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ, ഞാനൊന്നും പറയുന്നില്ല അധികം. Yeah. At pier number 2. Okay. Before 7:30. 7:30. Outside pier 2. ഓ മൈ ഗോഡ്, ഇത് കണ്ടാണ് എൻ്റെ അടുത്ത് കിളി പോയത്. ഇതൊരു ടോയ്ലറ്റ് ഏരിയ എന്ന് കണ്ടാൽ തോന്നുന്നു. എന്തൊരു ക്രിയേറ്റിവിറ്റി, എന്തൊരു ഈസ്തറ്റിക്സ് ആണ്. ആ ടാപ്പും വാഷ് ബേസിനൊക്കെ നോക്കി, എന്ത് ദൈവമേ, ഇതൊരു ഫോട്ടോഷൂട്ട് തന്നെ നമുക്കിവിടെ നടത്താം. ആ വാൾപേപ്പറൊക്കെ നോക്കി, എന്തൊരു ക്രിയേറ്റിവിറ്റി അല്ലേ. ഈ എൻറ്റയർ മോൾ ഇങ്ങനെയാണ്,
ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണെടുക്കാൻ പറ്റാത്ത അത്ര സൗന്ദര്യമുള്ളൊരു മോളായിരുന്നു. ഇത്ര അടിപൊളിയാണ് ഐക്കോൺ ചെയ്യാമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാവിലെ തന്നെ വന്നേനെ. കാരണം ഇങ്ങനെ കണ്ട് അങ്ങനെ ഇരിക്കാം. പിന്നെ ഷോപ്പിങ്ങിനാണെങ്കിൽ എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. എന്തോരം സാധനങ്ങൾ അവിടെ ഉള്ളത്, ഓ മൈ ഗോഡ്. അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് കിളി പോയി. എന്താ ഒരു വ്യൂ, സോ ഡാം ഗുഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ആ ഒരു ഭംഗിയുണ്ടല്ലോ, അതിങ്ങനെ അതിന് നമ്മളിങ്ങനെ അലിഞ്ഞങ്ങ് പോകും. അങ്ങനെ ഞാൻ അവിടെ എൻജോയ് ചെയ്ത് കുറേ നേരം നിന്നു. ഇതാണ് ഐക്കോൺ സിയാം. അപ്പോൾ ഇവിടെ ആയിട്ടാണ് ക്രൂസ്. ഞാൻ വെയിറ്റ് ചെയ്യാണ് ഇവിടെ. 7:30 ഡിപ്പാർച്ചർ. അപ്പം ഞാനത് വെയിറ്റ് ചെയ്യണം. അങ്ങനെ കാത്തിരുന്നതേ എൻ്റെ ചൗ ഫ്രൈ ഓഫ് പ്രിൻസസ് എത്തിക്കഴിഞ്ഞു. ഞാൻ ഡിന്നർ കഴിക്കാൻ പോകുന്നത് എൻ്റെ ക്രൂസ് ദേ വരുന്നു. പക്ഷേ കഥയിലെ ട്വിസ്റ്റ് എന്ന പോലെ പ്രതീക്ഷിക്കാണ്ട് ഒരു വല്ലാത്തൊരു മഴ അങ്ങോട്ട് പെയ്തു. ഭാഗ്യത്തിന് കുട ഉണ്ടായത് കൊണ്ട് പണി കിട്ടിയില്ല, അല്ലെങ്കിൽ നനഞ്ഞൊരു വഴിയായിപ്പോയി ഡിന്നർ കഴിക്കേണ്ടി വന്നേനെ. ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഇതൊക്കെയാണ് ലൈഫിലെ ബെസ്റ്റ് തിങ് എന്ന് ഞാൻ പറയും. ഞാൻ ടോട്ടലി എൻജോയ് ചെയ്തു. എല്ലാവരും ഫ്രണ്ട്സും ഫാമിലിയായിട്ട് വന്നേക്കുന്നത്. കുറേ പേര് ചോദിച്ചാൽ എന്ത് ഫണ്ണാണ് ഒറ്റയ്ക്ക് പോകുന്നില്ല. യു ഷുഡ് ട്രൈ ഇറ്റ് ഇസ് സോ മച്ച് ഫൺ ഗോയിങ് അലോൺ. യു നോ, അടിപൊളി എക്സ്പീരിയൻസ്. നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയിട്ട് അതൊരു വല്ലാത്ത പറഞ്ഞെനിക്ക് അറിയിക്കാൻ പറ്റത്തില്ല. എൻ്റെ ടേബിൾ 24 ആയിരുന്നു സൈഡ് സീറ്റ്. ഞാൻ കാഴ്ചയെ കണ്ട് അങ്ങനെ എൻജോയ് ചെയ്തു. പിന്നെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം ഒരു ഫിഷിൻ്റെ ഐറ്റം എടുത്ത് വായി വെച്ചതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ തുപ്പിക്കളഞ്ഞു. എന്തോ ഒരു ടേസ്റ്റ് എനിക്ക് എന്തോ ഇഷ്ടമായില്ല. പിന്നെ ഫുഡെന്ന് പറഞ്ഞാൽ ഇതൊരു ഇൻ്റർനാഷണൽ ക്രൂസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കൺട്രിയിൽ നിന്ന് പല തരത്തിലുള്ള ആൾക്കാർ വരുന്നതുകൊണ്ട് അവരൊരു ന്യൂട്രൽ രീതിയിലായിരിക്കും ഫുഡെല്ലാം. ഭയങ്കര എരിവും ഭയങ്കര മസാലാസ് ഉപ്പൊന്നും അവർക്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ അത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് തന്നെയാണ് പോയത്. പക്ഷേ ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞാനിങ്ങനെ എല്ലാത്തിനും ട്രൈ ചെയ്തു. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ഓയസ്റ്ററൊക്കെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ കഴിക്കുകയാണ്. ഞാൻ എല്ലാം കഴിച്ച് അങ്ങനെ ഒറ്റയ്ക്ക് ചില്ല് ചെയ്ത് ഒക്കെ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ എൻജോയ് ചെയ്തു. പിന്നെ ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ചില ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു, ചിലതൊന്നും അത്ര പോരായിരുന്നു. അങ്ങനെ എല്ലാം കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിരുന്നപ്പോൾ കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ട്. വീണ്ടും നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. That very special song, this one goes out to you. Help me
ബർത്ത്ഡേ കേക്കും കൊണ്ട് പാട്ടൊക്കെ പാടി വന്ന് എന്നെ സർപ്രൈസ് ചെയ്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര ഓവർവെൽഡ് ആയിപ്പോയി ഞാൻ. അതാണ് പെട്ടെന്ന് അങ്ങോട്ട് കരഞ്ഞു പോയത്. കേക്ക് എൻ്റെ ബ്രദറും അവൻ്റെ വൈഫ് കൂടി അറേഞ്ച് ചെയ്തതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷവും പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു. എനിക്ക് ഒറ്റയ്ക്ക് തായ്ലൻഡിൽ വരണമെന്ന് ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ എല്ലാം കൂടി കൊണ്ടൊരു മിക്സഡ് ഇമോഷനിൽ ഞാൻ കരഞ്ഞതാണ്. എൻ്റെ ക്യാമറ ഫുൾ ടൈം വ്ലോഗ് ചെയ്യുന്നതുകൊണ്ട് ഓണായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ ഒരു ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ഒക്കെ കിട്ടി. പിന്നെ ഫുഡൊക്കെ ഇതായിരുന്നു കേട്ടോ. ഞാൻ കുറേ ഉണ്ടായിരുന്നു. ഈ ഡെസേർട്ട് ഐറ്റംസൊക്കെ ഞാൻ എല്ലാം ട്രൈ ആക്കി, ഒരെണ്ണം ഇടാൻ ട്രൈ ആക്കി. മെയിൻ കോഴ്സ് എനിക്ക് പറ്റാവുന്നതിൻ്റെ മാക്സിമം ഞാൻ കഴിച്ചു, നിങ്ങൾ കണ്ടല്ലോ. പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് ഞാൻ വന്നില്ല കേട്ടോ. കാരണം അത്രയും കൂടി കഴിക്കാനുള്ളൊരു വയർ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒരാളൊരു വയർ വെച്ച് എന്തൊക്കെ കഴിക്കും. ഇത് ഫുള്ള് സാലഡും പിന്നെ സൂഷി അങ്ങനത്തെ സംഭവങ്ങളായിരുന്നു. അതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്തതായതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ നേരെ അപ്പർ ഡെക്കിൽ പോയി. മുകളിലത്തെ അപ്പർ ഡെക്കിൽ പോയി. അപ്പർ ഡെക്ക് വാസ് സോ മച്ച് ഫൺ. കണ്ട വ്യൂ നോക്കുക, അങ്ങനെ വ്യൂ നല്ലോണം ഡയറക്റ്റ് കണ്ടിരുന്ന് കളിക്കാൻ ഭയങ്കര ഡാൻസും ബഹളമൊക്കെ ആയിരുന്നു. ആ ഒരു മൊമെൻറ്റിൽ എനിക്ക് തോന്നി എൻ്റെ ലൈഫ് കംപ്ലീറ്റ് ആയി. ഐ വാസ് ഫീലിംഗ് സോ ഹാപ്പി. എന്താ പറയുക, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കുറച്ച് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് റൂമിലെത്തി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ബർത്ത്ഡേ വ്ളോഗ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. ടാറ്റാ, ബൈ ബൈ.